ക്യാൻവയിൽ എങ്ങനെ ഒരു ഗ്രാഡിയൻ്റ് രൂപത്തിലുള്ള ടെക്സ്റ്റുകൾ എഴുതാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി അതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ക്യാൻവയിൽ ഒരുപാട് ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. അപ്പോൾ നമ്മളത് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ പോയതിന് ശേഷം ഇതിൽ ആപ്സ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആപ്പ് സെർച്ച് ചെയ്യുകയാണ്. അവിടെ നമ്മൾ ഗ്രാഡിയൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഗ്രാഡിയൻ്റ് എന്ന് നാം സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഗ്രാഡിയൻ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ആപ്പുകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മളിവിടെ ടൈപ്പ് ഗ്രാഡിയൻ്റ് എന്നുള്ള ഈ ഒരു ആപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എന്താണ് നമുക്ക് ഗ്രാഡിയൻ്റ് ആയിട്ട് വേണ്ടത് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഞാനിവിടെ ഗ്രാഡിയൻ്റ് എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ലൈൻ വെയിറ്റ് കൂട്ടാം. ഇവിടെ താഴെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഏത് കളറിലേക്കാണോ നമുക്ക് പോകേണ്ടത് ആ കളർ നമ്മൾ ചൂസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ കളറുകളും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് താഴെ എങ്ങനെയാണ് നമ്മുടെ ആ ടെക്സ്റ്റ് വരുന്നത് എന്നുള്ളത് കാണാം. അതിനുശേഷം ആഡ് ടു ഡിസൈൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഡിയൻ്റ് ടെക്സ്റ്റുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതല്ലാതെ ഈ ആപ്പ് നമ്മൾ വീണ്ടും പരിശോധിക്കാം. ആപ്സ് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഗ്രാഡിയൻ്റ് ജനറേറ്റർ, ഇങ്ങനെ ഗ്രാഡിയൻ്റുമായി ബന്ധപ്പെട്ട കുറേ ആപ്പുകളുണ്ട്. അതെല്ലാം തന്നെ ഗ്രാഡിയൻ്റ് ടെക്സ്റ്റുകൾ ജനറേറ്റ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് എന്ന് മാത്രം പഠിക്കാം. അങ്ങനെ ഒരു ആപ്പ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ആപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ടെക്സ്റ്റ് മേക്കർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പല രൂപത്തിൽ നമ്മുടെ ടെക്സ്റ്റിനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നാം കൊടുക്കുന്ന പേരിനനുസരിച്ച് ടെക്സ്റ്റ് സ്റ്റൈൽ എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാം നമ്മുടെ ടെക്സ്റ്റ് സ്റ്റൈൽ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലുകൾ എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇതിൽ സി ഓൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഇതേപോലെയുള്ള ടെക്സ്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്ത് ഇതേപോലെ നമ്മുടെ സ്റ്റൈലിനെ മാറ്റാൻ സാധിക്കും. ഇനി ഇവിടെ നമുക്ക് മലയാളത്തിലും ഈ ഒരു ടെക്സ്റ്റ് മേക്കർ വർക്ക് ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അമ്മ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അമ്മ എന്നുള്ളത് ഈ ടെക്സ്റ്റിലേക്ക് വരുന്നത് നമുക്ക് കാണാം. ഇനി ഇത് നമുക്ക് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആഡ് ടു ഡിസൈൻ, അതിൻ്റെ ലൈൻ ഹൈറ്റ്, ലൈൻ സ്പേസിംഗ് ഒക്കെ ഇവിടെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. ആഡ് ടു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഒരു സംഭവം ഇവിടെ വന്നു കേട്ടോ. ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റുകൾ കൂട്ടാൻ സാധിക്കും. ഇനി മറ്റൊരു ആപ്പും കൂടി നമുക്ക് പരിചയപ്പെടാം. മറ്റൊരു ആപ്പ് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്സിലേക്ക് പോകുന്നു. അതിനുശേഷം ഇവിടെ കബാബ് ലെറ്റേഴ്സ് എന്നുള്ളതാണ്. കബാബ് ലെറ്റേഴ്സ് ഇതൊക്കെ AI ടൂളുകളാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താണോ ടെക്സ്റ്റ് കബാബ് ആയിട്ടാണ് വരിക, നമുക്ക് എന്താണ് ടെക്സ്റ്റ് കൊടുക്കേണ്ടത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ താങ്ക് യു എന്ന് കൊടുക്കാം. ഞാൻ ജനറേറ്റ് ചെയ്യുന്നു. കുറച്ച് സമയം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ഇതൊക്കെ AI ടൂളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ താങ്ക് യു എന്നുള്ളത് കബാബിൽ എഴുതിയത് നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഒരു PNG ഇമേജ് ആക്കി മാറ്റാവുന്നതാണ്.